പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞങ്ങൾ ഇവിടെ ഇരുന്ന് ചെയ്യണ വീഡിയോ ഉണ്ടല്ലോ, 1.5 വർഷം ഈ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ കിടന്ന് കഷ്ടപ്പെടണം. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. സിംഗിൾ മച്ചാൻ്റെ പുതിയ വീഡിയോയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അഭിജിത്ത് ഈസ് കോളിംഗ്. അബി എൻ്റെ മോന് ഗൈസ്, നിങ്ങൾ നോക്കുന്നത് ജാതി വൈബ്. എൻ്റെ പൊന്നോ, അഭിജിത്ത് മുത്ത ലവ് യുടാ. ആ കോട നിൽക്കണം ഗൈസ്. ഞങ്ങൾ കുറച്ച് നോക്കി പോയി. സംഭവം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് നോമ്പാലോ, അപ്പം പള്ളി പോയി അങ്ങനെ വൈകി, അങ്ങനെ കുറച്ച് ടൈം വൈകി. എൻ്റെ മോന് എന്തൊരു വൈബാണ് ഗൈസ്, ഒറ്റ മനുഷ്യനില്ല അവിടെ. കുറേ പേര് കിടക്കണുണ്ട്, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. എന്തൊരു വൈബ്. ആ സൂര്യൻ ആ സമയത്ത് അവിടെ നിന്ന് ഇങ്ങനെ വരണ ഒരു ടൈമിങ് ആയിരുന്നെങ്കിൽ ഞങ്ങളിവിടെ വന്നപ്പോൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടാണ് ഇപ്പം ഞങ്ങൾ വീഡിയോ എടുക്കണത്. സോ ഉണ്ടോ ആ വൈബ്, ഇതൊക്കെ നോക്കി നിങ്ങളൊന്നും വീട്ടിലിരുന്നിട്ട് ഒരു കാര്യമില്ല ഗൈസ്, സത്യം പറയാം. ഇജാതി വൈബ്. ഞാൻ എൻ്റെ സീനിയർ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. My friends and how we like to wake up to slow motion, thinking about the things you never. എൻ്റെ പൊന്നു, എനിക്ക് ഈ പ്ലേസ് റെക്കമെൻഡ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അഭിജിത്താണ് കേസ്. സംഭവം കിടുക്കാച്ചി എന്ന് പറഞ്ഞാൽ ഇജാതി വൈബ്, മോർണിംഗ് വൈബ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ വന്ന് മോർണിംഗ് റൗട്ടിങ് ചെയ്യണം. ഇവിടെ ഇത്രയും നല്ലതായിട്ട് കാണാം. ഞാൻ ഇവിടെ സൂര്യൻ്റെ ഇതുള്ളതുകൊണ്ട് കുറേ പിക്കും കുറേ ഇതൊക്കെ എടുക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ ഒരു അമ്പലമുണ്ട്. ഈ അമ്പലത്തിൻ്റെ പേര് ഞാൻ പുലിയണിപ്പാറ ശ്രീ ദുർഗ ക്ഷേത്രം എന്നാണ് ഇതിൻ്റെ പേര്. അത് ഈ പാറയുടെ മുകളിൽ ഭയങ്കര വൈബ് ഗീസ്, ഇജാതി വൈബ്. ഞങ്ങൾ പാണിയേലിപ്പൂര് പോയി. പാണിയേലിപ്പൂര് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് വരും. അതായത് എനിക്ക് കണ്ടു നിന്നിട്ട് കൊതിയാണ് ഗീസ്, സത്യം പറയാം. പാണിയേലിപ്പൂര് എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു, നമ്മുടെ എറണാകുളം ഫുള്ള് കവർ ചെയ്യുന്ന ഒരു പ്ലേസ്. അത് നമുക്ക് അഭിജിത്ത് പറഞ്ഞ പ്ലേസ് തന്നെ. അതിലൊരു പ്ലേസാണ് എന്തുട്ടാ പുലിയണിപ്പാറ. ഇവിടെ വരും ഇജാതി വൈബ് ഉണ്ടാവുമെന്ന് ചോദിച്ചില്ല. അവന് ഒരു ദിവസം എനിക്ക് വീഡിയോ വെച്ചിരുന്നു, ഇങ്ങനെ കോട കാണിച്ച് തന്നെയാണ്. പക്ഷേ 10 നോമ്പിന് പല്ലുവന് തുടങ്ങി. ഭയങ്കര ശോകത്തിലാണ് ഗീസ്. അവിടെ കുറേ പേര് നിൽക്കുന്നുണ്ട്. ഇജാതി വൈബ്. നമുക്ക് താഴത്തേക്ക് ഇറങ്ങി നോക്കാം, വൈബ് ആസ്വദിക്കാം. ഈ ബാക്കിൽ കണ്ടാട്ടോ അമ്പലം. എൻ്റെ പൊന്നു, സമ്മതിക്കുന്നു ഗീസ്. നമ്മുടെ ജില്ലയിൽ തന്നെ ഇത്ര നന്നായിട്ട് കാണാൻ നിൽക്കുമ്പോൾ നമ്മൾ പുറത്തേക്ക് പോകുന്നത് അതൊരു ഇല്ല. ശരിക്കും ഇവിടെ വരുന്ന ഒരു 6 മണിക്ക് ആകുമ്പോൾ വരുമ്പോൾ എൻ്റെ പൊന്നാ ഒരു സീനറിക്ക് ഗീസ്. ഇത് ഇവിടെ വന്ന് രസിക്കണം ഗീസ്. ഇവിടെ ഇറങ്ങാനുള്ള സ്റ്റെപ്പൊക്കെ ഉണ്ട് കേട്ടതേ. അയ്യോ, ഞാനല്ലേ ഇപ്പോൾ ആ വഴി പോയേ. പൈപ്പിൽ നിന്ന് വെള്ളം വരും നോക്കട്ടെ. വെള്ളപ്പരം ഗൈസ്, നല്ല തണുപ്പ്. എൻ്റെ മോനെ കിടുക്കാച്ചി. ഒന്നും പറയാനില്ല ഗൈസ്. ഞാൻ കുറച്ച് ഫോട്ടോസ് എടുക്കട്ടെ. ഏസ് ഇവിടെ ഒരു കിണറുണ്ട്. ആ കിണറിൽ നമുക്ക് ജസ്റ്റ് നോക്കാം. അവിടെ മൂടിയൊക്കെ ഇട്ടാ. ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല ഗീസ്, സത്യം പറയുകയാണെങ്കിൽ. അയ്യോ,
കണ്ടോ ആരും ഉണ്ടാവോ ആവോ. സുഭാഷേ എടാ ഇത് കിണറല്ലത്. സബീലേ നീ ഞാത്തേ ചാട്, ഞാൻ ചാടി രക്ഷിക്കാം. എടാ വയറിലാവൂടാ സുഭാഷേ കുട്ടിട്ടാ. ഇത് കിണറല്ല കേട്ടോ, ഇത് ചുമ്മാ മൂടി വെച്ചെന്ന കിണറല്ല. എടാ കിണറല്ലത്, അടിയിൽ കാണാൻ പറ്റും, ദൂരമില്ല, ചുമ്മാ മൂടി വെച്ചെന്താ. ഗീസ് ആ കാണുന്ന വാട്ടർ ടാങ്കിൻ്റെ മുകളിലില്ലേ അവിടെ നമുക്ക് കയറാൻ പറ്റും. അത് വെള്ളം ഉണ്ടാവില്ല എന്നാണ് എൻ്റെ വിചാരം. ഇവിടെ ഒറ്റ മനുഷ്യനെ കാണാം, അത് സംസാരിക്കുമ്പോൾ മനുഷ്യന്മാരില്ലല്ലോ. ഹായ് കിളികൾ പറക്കുന്നു. ഗീസ് എൻ്റെ മോനെ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയാൻ പാടില്ല. സത്യം പറയുകയാണെങ്കിൽ അഭിജിത്ത് ഈ പ്ലേസ് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ എനിക്ക് അയ്യോ വലിയ ഇതൊന്നും ഉണ്ടായില്ല. അവൻ ആ വീഡിയോ അയച്ചപ്പോൾ എന്നിട്ട് ഏറ്റവും മൂന്ന് എന്ത് വൈബ് കേസ്. നിങ്ങൾ വരാണെങ്കിൽ ഞാൻ ലൊക്കേഷനും അടിയിലും ഡിസ്ക്രിപ്ഷനും ബോക്സിൽ വെച്ചേക്കാം. നിങ്ങൾ വരാണെങ്കിൽ എന്തായാലും മാക്സിമം സുബഹി കഴിയുമ്പോൾ എന്ന് പറയുമ്പോൾ ഒരു 5:30 ടൈമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഒരു 20-25 മിനിറ്റ് ഉണ്ട്. പെരുമ്പാവൂരിൽ നിന്ന് 25 മിനിറ്റ് ഉണ്ട്. അവിടെ നിന്ന് ഒരു കൊമ്പനാട് എന്ന് പറഞ്ഞ പ്ലേസ്, കൊമ്പനാട് എന്ന് പറഞ്ഞ പ്ലേസിൽ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ അടിച്ചാൽ മതി. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചേക്കുന്നത്. വരാണെങ്കിൽ കിടുക്കാച്ച് മോർണിംഗ് വൈബ്. ഒന്നും പറയാനില്ല കേസ്, ഒന്നും പറയാനില്ല. പ്രത്യേകിച്ച് അഭിജിത്തിന് ഇന്നത്തെ വീഡിയോ മൊത്തം ഷൗട്ട് ഔട്ട്. അഭിജിത്തിന് അവൻ്റെ വീഡിയോ ഇവിടെ അടുത്ത് എവിടെ കണ്ട കേട്ടോ, പക്ക പൊടി ഗീസ്. പിന്നെ നോമ്പാണ്, നോമ്പ് തീർന്നു പറഞ്ഞില്ല ഗീസ്. അതായത് 20 നോമ്പ് കഴിഞ്ഞ് ഞങ്ങൾക്ക്, ഇനിയിപ്പോൾ ഒരു 10 കൂടി ഉണ്ടാവും. തീർന്നത് തന്നെയില്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ അവൻ്റെ ഇവിടെ ഇല്ലല്ലോ സബീരി, അവന് അടുത്ത മാസം അല്ലെങ്കിൽ അതിൻ്റെ കഴിഞ്ഞിട്ടുള്ള മാസം അവന് ട്രെയിനിങ്ങിന് പുറത്തേക്ക് പോകണം ഗീസ്. അപ്പോൾ അതുകൊണ്ട് എനിക്കും കുറേ സാധനങ്ങളിൽ പോകാൻ പറ്റില്ല. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പോകേണ്ടി വരും. ഇനിയുള്ള വീഡിയോസൊക്കെ മാക്സിമം ഞാൻ ഒറ്റയ്ക്ക് ആയിരിക്കുള്ളൂ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ. പക്ഷേ അവനുമായിട്ട് പോകുന്നത് ഇപ്പോൾ പെട്ടെന്ന് പോകണം എന്താണെന്ന് വെച്ചാൽ, നോമ്പിനൊക്കെ പോകണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇതിപ്പോൾ മാർച്ച് ഏപ്രിൽ പകുതി ആകുമ്പോഴത്തേക്കും പോവും, പെരുന്നാളൊക്കെ കഴിയുമ്പോഴത്തേക്കും പോവും. അപ്പോൾ അതുകൊണ്ടാണ് അവനെ കൊണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടി. സോ അപ്പോൾ അതാണ് കാര്യം. അതുകൊണ്ട് എനിക്കും പോകാൻ പറ്റില്ല. അപ്പോൾ അതുപോലത്തെ എൻ്റർടൈൻമെൻറ്റ് എന്താ നിനക്ക് എന്തിൻ്റെ കയപ്പാടാ എടാ ഇത്. അതുപോലെ എങ്ങനെ ഞാൻ തിരിച്ചറിയ വിട്ടാവില്ല. ഓ മക്രാച്ചി കല്ലു. എടാ നീ ആ പറച്ചെന്ന് കയറുക, അതൊന്നും തേക്ക് ഇങ്ങനെ ഒന്ന് കഞ്ചര ഇതല്ലോ കേട്ടോ. നമുക്ക് ഇറക്കമുള്ള പറയുന്നതെന്ന് വെച്ചാൽ അവൻ്റെ അത്ര മറില്ല. ഇവിടെ നിന്നാണ് അറിയാൻ പോണ. ഏയ് നല്ല രസം ടൈം സ്പെൻഡൊക്കെ. ഈ ഫുണ്ടൊക്കെ പ്രാന്താണിത്. എടാ നീ മക്കറാച്ചി കല്ലെടുത്തരാ. ഇട് കല്ലിട്. എടാ നീ ഇടാൻ വേണ്ടി നോക്കിക്കണേ, ഞാൻ എടുത്തരാ. അവിടം വരെ എത്തിയോളൂ ഗൈസ്. സത്യം പറയുകയാണെങ്കിൽ എല്ലാവരും ഭയങ്കര മിസ്സാക്കുന്നുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ +2 പിള്ളേരും 10ാം ക്ലാസ്സിലത്തെ പിള്ളേരൊക്കെ ഇങ്ങനെ സ്റ്റാറ്റസ് ഇടുന്നത് എൻഡിങ് മൈ ലൈഫ്
എല്ലാവരും മിസ് ചെയ്യുന്നു ഗേസ്. എത്ര പേര്? കുറേ പേരുണ്ട് ഗേസ്. വൈബായിരുന്നു. ഇത്ര പ്രതീക്ഷിച്ചില്ല സംഭവം. എത്ര പേരാണെന്നോ? അഭിജിത്ത്, മഹേഷ്, FTCP ക്ലാസ് മൊത്തം, FHW, സോനാറിൻ്റെ തള്ള്, അനീസിൻ്റെ ഓരോ കോപ്രായങ്ങൾ, അൽത്താഫ്, യാസീന്, പൊന്നോ വൈബായിരുന്നു ഗേസ്. ടിൻഷ, അൻസി, ബബിത. മറ്റേ മൈസൂർ പോയ വീഡിയോയിലൊക്കെ ബബിതാനൊക്കെ ഞാൻ ഇട്ട് നോക്കണ വീഡിയോ ഉണ്ട്, ഇട്ട് നോക്കണ. വൈബായിരുന്നു. മിസ്ഡാ, റിയലി മിസ് ദാറ്റ് ഗേസ്. എല്ലാവരും വൈബായിരുന്നു ഗേസ്. ഇപ്പം ഓരോരുത്തരും ഓരോ ബൈക്ക് അങ്ങോട്ട് പോയി. 2-3 പേര് ബാംഗ്ലൂർ പോയി. ആ ബാംഗ്ലൂർ സാധനം മിഞ്ഞാന്ന് തന്നെ വിളിച്ചേർന്ന് കുറേ അന്വേഷണങ്ങളൊക്കെ പറഞ്ഞു. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവുമായിരിക്കും. അതിൻ്റെ ഒരു അനീതി ഉണ്ട്, അതിനെ കുറേ നാൾ കണ്ടിട്ട് അതിനൊന്ന് കാണാൻ പോകണം. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞങ്ങൾ ഇവിടെ ഇരുന്ന് ചെയ്യണ വീഡിയോ ഉണ്ടല്ലോ, 1.5 വർഷം ഈ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ കിടന്ന് കഷ്ടപ്പെടണേ. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങോട്ടേക്ക് ബസ്സില്ല. ബസ് എന്ന് പറയുമ്പോൾ 7 മണിക്കാണ് പെരുമ്പാവൂരിൽ നിന്ന് ബസ് ഇങ്ങോട്ടേക്കുള്ളൂ. അപ്പോൾ ഈ ഇതൊന്നും കാണാൻ പറ്റൂല. ദെൻ നോട്ട് ദ 1 പോയിൻറ്റ്. പിന്നെ ഞങ്ങളിൽ വണ്ടി ഉണ്ടായില്ല ഇങ്ങോട്ടേക്ക്. അതായത് രാവിലെ തന്നെ എത്തണമെങ്കിൽ തന്നെ ഒരു 6 മണിക്ക് ശേഷം ഇറങ്ങിയാലാണ് ഇവിടെ കറക്റ്റ് സമയത്ത് എത്തുമ്പോൾ ഒരു മോർണിംഗ് വൈബ് ചില്ലാവാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആ സമയത്ത് ഞങ്ങളൊരു വണ്ടി ഉണ്ടായില്ല. അപ്പോൾ വണ്ടി ഉള്ളവരുണ്ട്. ആരുടെ വണ്ടി? മുന്നയുടെ വണ്ടി ഉള്ളവരുണ്ട്. നമ്മൾ മാക്സിമം ഇപ്പോൾ ഇവിടെ എത്തി. എടാ നിൻ്റെ വണ്ടി ആരെങ്കിലും ഓണാക്കിയുണ്ടോ? അത് അവിടുത്തെ ചേട്ടന്മാരുടെ വണ്ടി കേസ്. എന്താ അവർ ഇവിടെ കിടന്നുറങ്ങിയാണ് ഞങ്ങൾ വന്നപ്പോൾ. ഇവിടെ തണുപ്പത്ത് കിടന്നുറങ്ങാന്ന് വെച്ചാൽ വൈബായിട്ട് കേസ്, വേറെ ലെവലാണ്. സോ അതാണ് സംഭവം. ഒരു വർഷം സവിയല്ലേ, 1.5 വർഷമായി ഞാൻ ഈ വീഡിയോക്ക് വേണ്ടി കാത്തിരിക്കണം. അത് ഇന്നാണ് സാധിച്ചത് ഗയ്സ്. ഞാൻ ഇൻട്രോ എടുക്കാൻ മറന്നു. സോ നമുക്ക് അവിടെ പോയി ഒരു വൈബ് ചില്ലക്സ് ഇൻട്രോ എടുക്കാം. വെയിൽ വന്നിട്ടും ഇതിൻ്റെ ഒരു ഭംഗി അത് പോയിട്ടില്ല എന്നുള്ളടത്ത്. വൈകുന്നേരം ആൻഡ് രാവിലെ മാത്രം ഇവിടെ വരാം, ഉച്ചക്കാരും വരരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എൻ്റെ നല്ല പൊതുവെ അങ്ങനെയാണ്. എനർജി മൊത്തം തീരാറായി. വയ്യ, നോമ്പ് പിടിച്ചിട്ടുണ്ട്. വലിയ ഇതിലേക്കൊന്നും കിടക്കണില്ല. അവൻ്റെ അപ്പുറത്തെ സൈഡില്ലേ, അമ്പലത്തിൻ്റെ അപ്പുറത്തെ സൈഡിൽ കുറച്ച് ഇതുകൂടി ഉണ്ട്. അതുകൂടി ഉണ്ട്. നമുക്ക് വല്ല എവിടെയും പോയി റെസ്റ്റ് എടുക്കാം. നിങ്ങൾ ഈ അമ്പലത്തിൻ്റെ ഒരു ഇത് നോക്കിയേ, ഒരു ഭംഗി നോക്കിയേ, എന്ത് രസമല്ലേ. ഒരുപാട് നേരം നിൽക്കല്ല. എടാ വണ്ടി എടുത്തോണ്ട് വാ, വീഡിയോസ് എടുക്കാം. ഒരുപാട് ഷോട്ട് എടുത്തിട്ടോ. അതൊക്കെ ആ ഒരു ഇപ്പോഴെനിക്ക് മനസ്സിലായി. കാർത്തികേട്ടൻ ഇങ്ങനെ ഒരു നടക്കേണ്ട ഷോട്ടും പിന്നെ വണ്ടി കയറുന്നത്, അതൊക്കെ എത്ര റിസ്ക് എടുത്ത വീഡിയോ എടുക്കണേ. അതായത് ഇപ്പോൾ വണ്ടി അവിടെ നിന്ന് ഇങ്ങനെ വന്നൊരു ഷോട്ട്, ആ ഷോട്ട് വീഡിയോ ഇടണമെങ്കിൽ ഈ ക്യാമറ അവിടെ വച്ചിട്ട് വണ്ടി വന്നിട്ട് പിന്നെയും പോയി ഈ ക്യാമറ എടുത്തിട്ട് അതൊക്കെ ഭയങ്കര പാടാ കേസ്, ഭയങ്കര പാടാ. ഇത് നോക്കി, ഇത് കാണുമ്പോൾ ഇവിടുന്ന് വീട്ടിലേക്ക് തന്നെ പോകുന്നതാണ്. രാത്രിയൊക്കെ ആകുമ്പോൾ നല്ല തണുപ്പാ. ഈ ചൂടുകാലത്ത് മെയിനായിട്ട് ഇതുപോലത്തെ സ്ഥലങ്ങളിലൊക്കെ വരികയാണെങ്കിൽ നല്ല വൈബായിരിക്കും കേസ്. കാരണം അവനവിടെ വണ്ടി ഓടിച്ചിട്ട് വണ്ടി വേസ്റ്റ് എടുക്കണുണ്ട് കേസ്. ഞാൻ ഇങ്ങനെ വേസ്റ്റ് ഒന്നും ഇടാതെ
ഇതുപോലത്തെ നല്ല നല്ല സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ വേസ്റ്റ് ആയത് സൂക്ഷിക്കുക, അതൊക്കെ എനിക്ക് പറയാനുള്ളൂ. ഒരുപാട് സംസാരിച്ചിട്ട് പല്ലുവേന എടുക്കണ്ടേ, ഒരുപാട് ഞങ്ങൾ സംസാരിക്കുന്നില്ല. എന്തായാലും ഷോർട്സ് എടുക്കാം നമുക്ക്. വൈബ്. ഫോണിൽ സ്റ്റോറേജ് ഇതായുണ്ട് സംഭവം. ഞാൻ അവൻ്റെ ഫോണിൽ എടുക്കണം. എൻ്റെ ഫോൺ ഇത് ഏറ്റെടുത്ത് വെച്ചേക്കാം. നല്ല സ്റ്റോറേജ് ഇതായുണ്ട്. ഇവിടെ ഒരു വാട്ടർ ടാങ്ക്, നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ജസ്റ്റ് കയറി വെക്കാം. വെയിൽ മൂത്തുണ്ട്, അതുകൊണ്ട് ഇവിടെ അധികം നേരം നിന്നിട്ട് കാര്യമില്ല എന്നല്ല, അധികം വീഡിയോസ് കുറേ എടുക്കണമെന്നുണ്ട്. പക്ഷേ നോമ്പുമാണ്, ആകെ ടയേർഡാവും. അതുകൊണ്ട് നേരെ വീട്ടിലേക്ക് പോവാം. അതുകൊണ്ട് ഇന്ന് എന്തായാലും നോമ്പായതുകൊണ്ട് നോമ്പ് തുറന്നിട്ട് വീഡിയോ ഉണ്ടാക്കുക, റമദാൻ വ്ളോഗ് സെറ്റാക്കുക, അതുപോലത്തെ സെറ്റാക്കുക. അതുകൊണ്ട് ഇവിടുന്ന് പോട്ടെ. നല്ല വീഡിയോ കണ്ടോ, ഒടുക്കത്തെ ചൊല്ലി ഗൈസ്. നിങ്ങൾ എൻ്റെ മുമ്പത്തെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഉച്ച സമയം ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല വെയിലുള്ള സമയമാണ്. മാക്സിമം നോമ്പ് പിടിക്കുന്നവരാണെങ്കിൽ ഇടത്തായത്തിനൊക്കെ എണീക്കുമ്പോൾ വെള്ളം കുടിക്കാൻ മാക്സിമം 2 ലിറ്റർ അങ്ങനെ വെള്ളം കുടിക്കാൻ നോക്കുക.